നിക്ഷേപം. സാമ്പത്തികം. ഡോക്ടർ കെ ശശിധരൻ, അലക്സ് കെ മാത്യു. ഓഹരിയിലൂടെ ധനവാനാകാൻ. ഓഹരി വിപണി എന്നും നിക്ഷേപകന്റെ പറുദീസയാണ്. അതിനെക്കുറിച്ച് എത്ര എഴുതിയാലും എത്ര വിവരിച്ചാലും മതി വരില്ല. സാധാരണഗതിയിൽ ഏകദേശം 252 ദിവസം ഒരു വർഷത്തിൽ പ്രവർത്തിക്കുന്ന വിപണിയെ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ട ഓഹരി വിപണിയല്ല നമ്മൾ നാളെ കാണാൻ പോകുന്നത് എന്ന് മനസ്സിലാകും. എന്നും പുതുമയുള്ളൊരു മേഖലയാണ് ഓഹരി വിപണി. പ്രത്യക്ഷമായും പരോക്ഷമായും 10% താഴെ മാത്രം നിക്ഷേപകരെ ഇന്ത്യൻ ഓഹരി വിപണിയിലുള്ളൂ. ഇത് 40 മുതൽ 50% വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ വിപണിക്ക് വരാനിരിക്കുന്ന അനന്ത സാധ്യതകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ലോകത്തിലെ 2 പ്രമുഖ സമ്പദ്ഘടനകളാണ് ഇന്ത്യയുടെയും ചൈനയുടെയും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓഹരി വിപണി കൂടുതൽ ശക്തിയാർജിച്ച് പുതിയ ഉയരങ്ങൾ താണ്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ വിപണിക്ക് അന്താരാഷ്ട്ര വിപണികളുമായി ബന്ധമുണ്ടെങ്കിൽ പോലും ലോകത്ത് മിക്ക വിപണികളിലും കാണുന്ന സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചർ, ഓപ്ഷൻസ്, ക്യാഷ് മാർക്കറ്റ് തുടങ്ങിയവയ്ക്ക് പുറമെ വളരെ വിരളമായി മാത്രം കാണുന്ന സ്റ്റോക്ക് ഫ്യൂച്ചറും ഇന്ത്യൻ വിപണിയുടെ പ്രത്യേകതയാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇന്ത്യയിലെ BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെന്ന് ഓർക്കുക. വിപണിയിൽ കരുതലോടെ പ്രവേശിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കൂട്ടരെ കൂടുതലായി ആകർഷിക്കുന്നതിനും അവരെ വിപണിയുടെ ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്നതിനും സെബി, കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ തുടങ്ങിയവ വളരെ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഓഹരി വിപണിയിലെ വിജയമന്ത്രങ്ങൾ എന്ന ഈ പുസ്തകം ഓരോ പുതിയ നിക്ഷേപകനും അതുപോലെ തന്നെ ഓഹരി നിക്ഷേപമുള്ള ഓരോ പഴയ നിക്ഷേപകനും ഒരുപോലെ ഗുണപ്രദമാണ്. ഒരു നിക്ഷേപകനെ തുടക്കം മുതൽ കൈപിടിച്ച് നടത്തി വിപണിയുടെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തി വലിയ നിക്ഷേപങ്ങളുടെ ഉടമയാക്കുവാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഈ പുസ്തകം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓഹരി വിപണിയിൽ കടം വാങ്ങിയുള്ള നിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കുമോ എന്നറിയില്ല. പക്ഷേ കടം വാങ്ങിയ പണം നിക്ഷേപിച്ച് കോടികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടും ആ ലാഭം ലാഭമാക്കിയെടുക്കാൻ കഴിയാത്ത കഥ വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആകില്ല എന്ന് വായനക്കാരൻ പറയുമെന്നത് തർക്കമറ്റ കാര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5% നിന്നും 13% ഉയർന്നു. പണ്ട് കണ്ട കൊച്ചിയല്ല ഇപ്പോൾ കാണുന്ന കൊച്ചി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രമായോ? ഈ വളർച്ചയിൽ നമുക്കും പങ്കാളിയാവണ്ടേ? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഉറച്ച അടിത്തറയുള്ള കമ്പനികളിൽ നമുക്കും ഓഹരികൾ ഉണ്ടായാലേ അത് സാധ്യമാവൂ. ഓഹരി വിപണി എന്ന് പറഞ്ഞാൽ ആളുകൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 100 താഴെ വിലയുള്ളതും 5 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളതുമായ ഒരു 10 ഓഹരിയുടെ വില പറഞ്ഞു തരാമോ? നല്ല രുചിയുള്ള മീനിന് കിലോയ്ക്ക് 300-400 രൂപ വേണ്ടിവരും. എന്നും എപ്പോഴും മത്തിക്കെന്ന ഒരേ വിലയാണ്, 10 രൂപയ്ക്ക് 20. ഓഹരി വിപണിയിൽ ആദ്യമായി വരുന്ന മിക്കവരും വാങ്ങുന്ന ഒരു ഓഹരിയാണ് നാഗാർജുന ഫെർട്ടിലൈസർ ഓഹരി. പണ്ട് 1996 ഞങ്ങൾ 30 രൂപയ്ക്ക് മേടിച്ചത് 2000 വിറ്റത് 30 രൂപയ്ക്കാണ്. 2010 ഈ പുസ്തകം എഴുതുമ്പോഴും അതിന്റെ വില 30 തന്നെ. മികച്ച കമ്പനികളുടെ ഓഹരികൾക്ക് എപ്പോഴും വില കൂടിയിരിക്കും. സാരമില്ല, എണ്ണം കുറച്ച് മേടിച്ചാൽ മതി. ഇന്ത്യൻ ഓഹരി വിപണിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അല്പമെങ്കിലും ഉള്ളത് ഇംഗ്ലീഷിൽ മാത്രമാണ്. മലയാളത്തിലോ മറ്റ് പ്രാദേശിക ഭാഷകളിലോ ഓഹരി സംബന്ധമായ പുസ്തകങ്ങൾ തീരെ കുറവാണ്. ഉള്ളത് തന്നെ ട്രഡീഷണൽ ബാലൻസ് ഷീറ്റും റേഷ്യോ അനാലിസിസും ഉൾപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ വിശദീകരിക്കുന്നവയും. അതിൽ തന്നെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വിശകലനം ചെയ്യുന്നവ എത്രയോ പരിമിതം. ലോകത്തുള്ള പഠന വിഷയങ്ങളിൽ ഏറ്റവും സങ്കീർണവും വിരസവുമായ ഒന്നാണ് ഫിനാൻസ്. പണമുണ്ടാക്കുന്നത് ആഹ്ലാദകരമെങ്കിലും അതുണ്ടാക്കാനുള്ള മാർഗം പഠിക്കുക തീർത്തും ബോറടിപ്പിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു പാഠശാഖയെ കഥകളും ഉപകഥകളും തമാശകളും ഉൾപ്പെടുത്തി തുടക്കം മുതൽ ഒരു കഥ പോലെ വായിച്ചു പോകുന്ന രീതിയിൽ അവലംബിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രായഭേദമന്യേ ആർക്കും ഇത് അനായാസമായി വായിക്കാമെന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. ജീവിത വിജയം ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും സമ്പാദ്യത്തിന്റെ മാസ്മരിക ലോകം കാണിച്ചു കൊടുക്കാൻ സഹായകമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകം ഞങ്ങൾ വായനക്കാർക്ക് സമർപ്പിക്കുന്നു. 1. കൈവിട്ട കളി വേണോ? തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് എന്റെ അനുജൻ വിനീതിന് ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ SMS വന്നത്. ഞങ്ങളുടെ കസ്റ്റമറായ താങ്കൾക്ക് ഞങ്ങളുടെ ബാങ്കിൽ നിന്നും ഈട് നൽകാതെ 2 ലക്ഷം രൂപ ലോൺ അനുവദിച്ചിരിക്കുന്നു. സർക്കാർ ഓഫീസിലെ സെക്ഷൻ ഹെഡ് ക്ലർക്കാണ് എന്റെ ഏറ്റവും ഇളയ അനിയൻ വിനീത്. അവൻ കുറച്ച് പണം കടം വാങ്ങാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് വന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായി. വെള്ളിയാഴ്ച വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരത്തെ ചാടി അവൻ എന്റെ സ്റ്റേഷനറി സ്റ്റോപ്പിലെത്തി. ചേട്ടാ, എനിക്ക് പൈസ കിട്ടി. 2 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ പാസ്സായി. ആൾജാമ്യവും വേണ്ട മറ്റു പ്രമാണങ്ങളും ഇതൊന്നും വേണ്ടി വന്നില്ല. എടാ, നിന്റെ ഭാവം കണ്ട 2 ലക്ഷം രൂപ ലോട്ടറി അടിച്ച ലക്ഷണമുണ്ടല്ലോ. പ്രൈവറ്റ് ബാങ്ക് ആയതിനാൽ പലിശ നല്ല കൂടുതലായിരിക്കും. ചിലപ്പോൾ 16 മുതൽ 18% വരെ നൽകേണ്ടി വരും. അതിരിക്കട്ടെ, നീ എന്തിനാണ് ഇത്ര തുക കടമെടുക്കുന്നത്? വീടിന്റെ ബാക്കി പണി തീർക്കാനാണോ? അല്ല ചേട്ടാ, കുറെ നാളായി ഓഹരിയിൽ കുറച്ച് നിക്ഷേപം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ 2 ലക്ഷം കൊണ്ട് ഞാൻ ഓഹരി വാങ്ങിക്കും. ചേട്ടൻ നോക്കിക്കൂ, വൻ നേട്ടം കൊയ്യും ഞാൻ. ചേട്ടനും വേണമെങ്കിൽ കൂടാം. അയ്യോ, എന്നെ ഒഴിവാക്കിയേക്ക്. നിനക്ക് ഈ പണി യോജിച്ചതാണോ? ഒരുപക്ഷെ നീ വാങ്ങിയ ഓഹരി ഉയർന്നില്ലെങ്കിൽ മുതലും പോകും. പിന്നെ മാസാമാസം ബാങ്ക് വായ്പ അടച്ചു തീർക്കുകയും വേണം. ഇതിന് ഇന്ന് നിനക്ക് പരുവുണ്ടോ? ചേട്ടാ, ഇപ്പോൾ എനിക്ക് അതിനുള്ള പരുവമില്ല. പക്ഷേ ഈ ഫീൽഡിൽ കടന്നാൽ പിന്നെ വച്ചടി കയറ്റമല്ലേ. അല്പം ശ്രദ്ധിച്ചു വാങ്ങിയാൽ ഒരു നഷ്ടവുമില്ല, കൊള്ള ലാഭവുമായിരിക്കും. പിന്നീട് വിനീത് തന്നെ കാണാൻ വരുന്നത് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ്. ഞാൻ 2 ലക്ഷം രൂപ മുടക്കി 10,000 റിലയൻസ് നാച്ചുറൽ റിസോഴ്സസ് ഓഹരി വാങ്ങി.
RNRL. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഓഹരിയാണ്. ഒരു 5-6 മാസം കയ്യിൽ വെച്ച് നോക്കാം. പലിശക്കാശ് കിട്ടിയാലും എനിക്ക് മുതലാവും. വിനീത് RNRL എന്ന കമ്പനിയെക്കുറിച്ച് പറയുമ്പോഴാണ് അങ്ങനെ ഒരു കമ്പനിയെപ്പറ്റി തന്നെ ഞാൻ അറിയുന്നത്. അന്വേഷിച്ചപ്പോഴാണ് ഈ കമ്പനി അനിൽ അംബാനിയുടേതാണെന്നും മറ്റും മനസ്സിലായത്. ഒരു ദിവസം പത്രത്തിൽ RNRLന്റെ ഓഹരി ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. 20 രൂപയ്ക്ക് ആർക്കും വേണ്ടാതിരുന്ന ആ ഓഹരിയുടെ വില 41 രൂപയായി ഉയർന്നിരിക്കുന്നു. ഞാൻ തെല്ലും ശങ്കിച്ചില്ല. വിനീതിനെ വിളിച്ചു പറഞ്ഞു, എടാ, നിനക്ക് ലോട്ടറി അടിച്ചടാ. നീ വാങ്ങിയ ഓഹരിക്ക് വില ഇരട്ടിച്ചു. ഇപ്പോൾ 41 രൂപ എത്തി. അതിന് നല്ല ഡിമാൻഡാണെന്നാണ് പത്രത്തിൽ കണ്ടത്. ഞാൻ ഇത്രയും ഒച്ചയിട്ട് പറഞ്ഞിട്ടും വിനീതിന് ഒരു കൂസലുമില്ല. ഇതാണോ വലിയ കാര്യം? ഈ ഓഹരി ഇനിയും കുതിച്ചു കയറും ചേട്ടാ. അല്ല, നിനക്ക് ഇതിൽ പകുതി വിറ്റാൽ ബാങ്കിലെ കടം തീരുമല്ലോ. ബാക്കി ലാഭം ഓഹരിയായി തന്നെ കൈവശം വെച്ച പോരെ? വേണ്ട, ഉപദേശം കൂടുതലായിട്ട് വേണ്ട. അന്ന് ഞാൻ പറഞ്ഞപ്പോ ഓഹരി വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ. ഞാൻ ഈ ഓഹരി വിൽക്കില്ല. ഞാനൊന്ന് ചമ്മി. ശരി ശരി, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. സൂക്ഷിക്കണം. ഇനിയും ആരെയും ഉപദേശിക്കുന്നില്ല എന്ന് ആ നിമിഷം ഞാൻ പ്രതിജ്ഞയെടുത്തു. എന്നാൽ അന്നു മുതൽ എനിക്കും വിപണിയെക്കുറിച്ചറിയാൻ ഒരു രസമായി. സ്ഥിരമായി ഈ ഓഹരിയുടെ വില മനസ്സിലാക്കാനായി പത്രമാസികകൾ വരുത്താൻ തുടങ്ങി. ഒരു ദിവസം വീട്ടിലിരുന്ന് പത്രം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വിനീത് കയറി വന്നു. ചേട്ടാ, RNRLന്റെ ഇന്നത്തെ വില കണ്ടോ? 100 രൂപയായി. അന്ന് പറഞ്ഞപ്പോൾ വിറ്റിരുന്നെങ്കിൽ എന്തായേനെ? ശരിയാണ്, ഞാൻ പറഞ്ഞതനുസരിച്ച് നീ ആ ഓഹരി വിറ്റിരുന്നെങ്കിൽ ഇപ്പോൾ എത്ര രൂപ നഷ്ടമായേനെ? ഞാൻ എളിഭനായി. ഇപ്പോഴും ചേട്ടന്റെ മനസ്സിലുണ്ടാവും ഇതിന്റെ പകുതി വിറ്റ് ലാഭം എടുക്കണമെന്നും ബാങ്കിന്റെ ലോൺ തിരിച്ചടയ്ക്കണമെന്നും. പക്ഷെ ഞാൻ വിൽക്കുകയില്ല. പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനിയും ഇതിന്റെ ഓഹരികൾ വാങ്ങിയനെ. വിനീത് കുശലം പറഞ്ഞ് കാപ്പിയും കുടിച്ച് മടങ്ങി. ഒരു മാസം കഴിഞ്ഞു കാണും. റിലയൻസ് നാച്ചുറൽ റിസോഴ്സസ് ഓഹരി വില വീണ്ടും കുതിച്ചുയരാൻ തുടങ്ങി. 4-5 മാസങ്ങൾക്കുള്ളിൽ 200 രൂപ കടന്നു. എനിക്ക് എന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുവാൻ കഴിവില്ലാതായി. അടുത്ത ബസ്സിൽ കയറി ഞാൻ വിനീതിന്റെ അടുത്തെത്തി. എന്താണ് ചേട്ടാ വിശേഷങ്ങൾ? ഓ, ഷെയറിന്റെ കാര്യം പറയാനായിരിക്കും. വില 200 ആയി. പകുതിയെങ്കിലും വിൽക്ക്, മുതൽ തിരികെ പിടിക്ക്, ബാങ്ക് ലോൺ അടച്ചു തീർക്ക് എന്നൊക്കെയല്ലേ ചേട്ടൻ പറയാൻ പോകുന്നത്? ശരിയല്ലേ? നിന്റെ മുതൽ മുടക്ക് വെറും 2 ലക്ഷം രൂപ മാത്രം. ഇപ്പോൾ 18 ലക്ഷം രൂപ ലാഭം. തീർച്ചയായും ലാഭമെടുത്ത് കച്ചവടം തുടർന്നാൽ പോരെ? എന്നാ കേട്ടു, എന്റെ ബ്രോക്കർ ഈ ഓഹരിയുടെ ഈടിന്മേൽ 10 ലക്ഷം രൂപ എനിക്ക് വായ്പ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ ആ പണം വാങ്ങി റിലയൻസ് നാച്ചുറൽ റിസോഴ്സിന്റെ ഫ്യൂച്ചറുകൾ വാങ്ങാൻ പോവുകയാണ്. വിനീതെ, ഒരു കാര്യം പറയാം. ഓഹരി വിപണിയിൽ അത്രയ്ക്ക് ആക്രാന്തം പാടില്ല. സാരമില്ല, ഞാനൊരു കളി നോക്കട്ടെ. പുതിയ ഡെവലപ്മെന്റ് വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഏതാണ്ട് ഒരാഴ്ചയായി കാണും. പത്രത്തിൽ റിലയൻസ് നാച്ചുറൽ റിസോഴ്സസിന്റെ വില 500 രൂപ വരെ ഉയരാമെന്ന ചില അനലിസ്റ്റുകളുടെ പഠനം കണ്ടതോടെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞത് കേട്ട് വിനീത് ഓഹരി മുഴുവൻ 40 രൂപയ്ക്കോ 200 രൂപയ്ക്കോ വിറ്റിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ചേട്ടാ, ഒരു കാര്യം അറിഞ്ഞോ? പിൻവിളി കേട്ട് തിരിഞ്ഞു നോക്കി. വിനീതാണ്. എന്താടാ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് ഏതാണ്ട് 94,000 RNRL ഓഹരി ഫ്യൂച്ചറിൽ ഓരോ ഓഹരിക്ക് 201 രൂപ വീതം നൽകി അവധിക്കാല കരാറിൽ വാങ്ങുകയുണ്ടായി. ഏകദേശം 2 മാസത്തിനകം ഫ്യൂച്ചർ കയറി എങ്ങാനും 400 രൂപയ്ക്ക് മുകളിലെത്തിയാൽ ഞാൻ ഓഹരിയും ഫ്യൂച്ചറും എല്ലാം മൊത്തമായി വിൽക്കും. തീർച്ച കേട്ടോ. ശരി, അതാണ് നല്ലത് എന്ന് മാത്രം ഞാൻ പറഞ്ഞു. എന്റെ ഭാര്യ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ഓർത്തു. നിങ്ങൾ എത്രയായാലും പഠിക്കില്ല. ശരിക്കും ഓഹരി വിപണി ഇത്രമാത്രം റിസ്ക് കുറഞ്ഞതാണോ? എന്റെ തന്നെ മുൻധാരണകൾക്ക് കോട്ടം തട്ടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ടിവിയിൽ റിലയൻസ് നാച്ചുറൽ റിസോഴ്സസിന്റെ വില ഏതാണ്ട് 235 രൂപയായിരിക്കുന്നതായി വാർത്ത വന്നു. ഞാൻ കണക്ക് കൂട്ടി നോക്കി. വിനീതിന് 10,000 ഓഹരി വിലയ്ക്ക് മേടിച്ചത് നൽകുന്ന ലാഭം ഏതാണ്ട് 21,50,000 രൂപയാണ്. പിന്നീട് 210 രൂപയ്ക്ക് വാങ്ങിയ ഫ്യൂച്ചർ ഏതാണ്ട് 94,000 എണ്ണം നൽകുന്ന ലാഭം 31,96,000 രൂപയാണ്. മൊത്തം 53,46,000 രൂപ ലാഭം. എനിക്കാകെ ഒരു തലകറക്കം പോലെ. ഒരാഴ്ച കഴിഞ്ഞു കാണും. ഞാൻ മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ മൂത്ത ചേച്ചി അമ്മിണിക്കുട്ടിയെയും കൊണ്ട് കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മൊബൈൽ ശബ്ദിച്ചത്. വീട്ടിൽ നിന്ന് മകന്റെ കോളാണ്. അച്ഛാ, കൊച്ചച്ഛനെ വീട്ടിൽ കാണാനില്ല. മുറിയിൽ ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു: ഞാൻ എന്റെ ചേട്ടനെ അനുസരിച്ചില്ല. എന്റെ നഷ്ടം നികത്താൻ എനിക്കിനി പറ്റില്ല. ഞാൻ പോകുന്നു. അയ്യോ, ഈ വിനീത് എന്തിനീ കടുങ്കൈ ചെയ്തു? ഉള്ളിൽ ഒരാളൽ. ഞാൻ ചേച്ചിയോട് കാര്യം പറഞ്ഞു. എന്റെ അമ്മിണി ചേച്ചി, വിനീത് നാട് വിട്ടിരിക്കുന്നു. കടമാണത്രേ പ്രശ്നം. അയ്യോ, എന്തു പറ്റി എന്റെ കുഞ്ഞിന്? 2 ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പയല്ലേ ആകെ ഉണ്ടായിരുന്നത്. ആ പൈസ എന്റെ കുഞ്ഞിന് ഞാൻ നൽകുമായിരുന്നല്ലോ. അമ്മിണി ചേച്ചി ഏങ്ങലടിച്ച് കരഞ്ഞു. പക്ഷേ 2 ലക്ഷമല്ലല്ലോ അവന്റെ ബാധ്യത. വെറുതെ ഒന്ന് മനക്കണക്ക് കൂട്ടിയപ്പോൾ തന്നെ ഞാൻ തരിച്ചുപോയി. ഫ്യൂച്ചർ 80 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം 1,13,74,000 രൂപ. പിന്നെ ബ്രോക്കർക്ക് നൽകാനുള്ള 10 ലക്ഷം രൂപ. കൈവശമുള്ള 10,000 ഓഹരി വിറ്റാൽ കിട്ടുന്ന 80 ലക്ഷം കഴിഞ്ഞ് കടം മാത്രം 1,06,70,000-ലധികം വരും. കൃത്യമായി പറഞ്ഞാൽ 1,06,74,080 രൂപ. ഭഗവാനെ, ഇതെവിടെ ചെന്ന് നിൽക്കും? 2. അനൂപിന്റെ കല്യാണം.